ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില സ്ത്രീകളെങ്കിലും കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സ്ത്രീ 10 പേരെ വിവാഹം ചെയ്തിട്ട് 2 പേരെ ക്യൂവിൽ നിർത്തിയ കഥയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവം നടന്നത് എറണാകുളം കാഞ്ഞിരമറ്റത്താണ്. ഇവിടെ രേഷ്മ എന്ന് പറഞ്ഞ ഒരു യുവതിയാണ് കഥാപാത്രം. ഇവർ 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാതാവും കൂടിയാണ്. ഇവർക്ക് വിവാഹം എന്നുള്ളതാണ് ഒരു ഹോബി. ഈ ഹോബി വഴി ഇവർ എന്തെല്ലാം ശരിക്കും കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഇനി വരാനുള്ളതേ ഉള്ളൂ. കൂട്ടി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വരുമാനം ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിലൂടെ നേടിയെടുത്തു എന്നുള്ളത്. ഒരു ഹോബി ഉണ്ടെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുകയും അതിൽ സാമ്പത്തിക ഗുണമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും പലരുടെയും ലക്ഷ്യം. ഇവിടെ രേഷ്മയുടെ ലക്ഷ്യം ഈ വിവാഹ നാടകം മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന പണസമ്പാദനം കൂടി തന്നെ ആണ് എന്നുള്ളതും. ഇവിടെ രേഷ്മയെ കുടുക്കിയത് ശരിക്കും ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഒരു വരനാണ്. ഈ മനുഷ്യൻ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു വധുവിനെ വേണം. അയാളുടെ ഏജ് ഉൾപ്പെടെ വിശദ വിവരങ്ങൾ ആ പരസ്യത്തിൽ കാണിച്ചുകൊണ്ടാണ് ഒരു മാട്രിമോണിയൽ ഏജൻസി വഴി പരസ്യം കൊടുത്തത്. പരസ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2 ദിവസത്തിനകം വന്ന കോൾ ഈ മനുഷ്യൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അമ്മയാണെന്ന് പരിചയപ്പെടുത്തി ഒരു സ്ത്രീയാണ് സംസാരിച്ചത്. രേഷ്മ മകളാണെന്നും രേഷ്മയ്ക്ക് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും കാണിച്ചുകൊണ്ടാണ് അമ്മ സംസാരിച്ചത്. അദ്ദേഹം അമ്മയുമായി നടന്ന സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് രേഷ്മയുമായി ഫോണിലൂടെ സംസാരിച്ചു. വളരെ മധുരമായി സംസാരിക്കുന്ന പ്രകൃതമാണ് രേഷ്മയുടേത്. അവർ നേരിൽ കാണണം, അതിനുശേഷം വിവാഹ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാം എന്ന് രേഷ്മ പഞ്ചായത്ത് മെമ്പറായ പ്രതിശ്രുത വരനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചതനുസരിച്ചാണ് ഇവർ തമ്മിൽ കണ്ടത്. പലവട്ടം തമ്മിൽ കണ്ടു. അത് വെറും കാണൽ മാത്രമായിരുന്നു. തുടർന്ന് വിവാഹത്തിലേക്ക് പോകാനുള്ള തീരുമാനവും 2 പേർ ചേർന്ന് എടുക്കുകയായിരുന്നു. ഈ രേഷ്മ ഈ മനുഷ്യരോട് പറഞ്ഞത്, ഈ പരിചയപ്പെട്ട അമ്മ യഥാർത്ഥത്തിൽ തൻ്റെ സ്വന്തം അമ്മ അല്ല എന്നും തന്നെ ദത്തെടുത്ത അമ്മയാണെന്നുമായിരുന്നു. തൻ്റെ വിവാഹത്തിൽ ഈ അമ്മയ്ക്ക് ഒരു താല്പര്യവുമില്ല എന്നും പലവട്ടം ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ പറഞ്ഞു. ഇതെല്ലാം പഞ്ചായത്ത് മെമ്പർ കൂടിയായ യുവാവ് വിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെയാണ് രേഷ്മയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. വിവാഹത്തിന് തൊട്ട് മുമ്പ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുത വരനായ പഞ്ചായത്ത് അംഗം നടത്തിയ പരാതിയെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് കാരണം തലേന്ന് ബ്യൂട്ടി പാർലറിൽ രേഷ്മ അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടി പ്രതിശ്രുത വരൻ്റെ നിർദ്ദേശത്താൽ തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ എത്തുകയായിരുന്നു. പക്ഷേ രേഷ്മയുടെ ചില വാക്കുകളും പെരുമാറ്റ രീതികളും ഈ പഞ്ചായത്ത് മെമ്പർക്ക് സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. എന്തോ ഒരു വശപ്പിശക് അദ്ദേഹം രേഷ്മയുടെ പെരുമാറ്റത്തിൽ കണ്ടു. എന്തായാലും ബ്യൂട്ടി പാർലറിൽ ഒരുക്കം നടത്തുന്നതിനിടയിൽ രേഷ്മയുടെ പേഴ്സ് ഈ
മനുഷ്യനും അയാളെ ഒരു സുഹൃത്തും കൂടി പരിശോധിച്ചു. ആ ബാഗിനുള്ളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ മുൻപ് നടത്തിയ വിവാഹത്തിൻ്റെ പല രേഖകളും അടുത്ത് തന്നെ വിവാഹത്തിന് തീരുമാനിക്കുന്നതിൻ്റേതായ രേഖകളുമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. അതോടുകൂടിയാണ് പഞ്ചായത്ത് മെമ്പർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടുകൂടിയാണ് രേഷ്മയുടെ മുഖം മൂടി അഴിഞ്ഞു വീണത്. ശരിക്കും അടുത്ത വിവാഹത്തിന് രേഷ്മ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പഞ്ചായത്ത് മെമ്പറുമായുള്ള ഒരു വിവാഹം കൂടി ശരിക്കും നടത്താൻ തീരുമാനിച്ചത്. 45 ദിവസം മുമ്പ് ഈ രേഷ്മ മറ്റൊരു കല്യാണവും ഇതുപോലെ ഒരാളിനെ കബളിപ്പിച്ച് നടത്തിയിരുന്നു. അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായും വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഈ രേഷ്മ എന്ന സ്ത്രീ. രേഷ്മയുടെ ഇത്തരം ചെയ്തികൾ ഇനി എന്തായാലും അവസാനിക്കും എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനും വയ്യ. ശരിക്കും കഴിഞ്ഞ 4-ാം തീയതിയാണ് കോട്ടയത്തെ ഒരു മാളിൽ വെച്ച് ആദ്യമായി രേഷ്മയും ഈ പഞ്ചായത്ത് മെമ്പറും തമ്മിൽ കാണുന്നത്. അന്നാണ് തൻ്റെ കഥകളെല്ലാം ഒരുവിധം ഭംഗിയായി ഈ പ്രതിസുത വരനോട് രേഷ്മ വിവരിച്ചത്. വിവരിക്കുമ്പോൾ കണ്ണു നിറയും, തൊണ്ട ഇടറും, ആർക്കും വിശ്വാസം തോന്നുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കുകയും ചെയ്യും. 5-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്താണ് ഈ യുവതി വിവാഹത്തിനായി വന്ന് എത്തിയത്. ഈ സ്ത്രീ ആദ്യം നേരിൽ കണ്ടതിന് ശേഷം തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇദ്ദേഹം താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടിയൊക്കെ തന്നെ ചില സംശയങ്ങൾ പഞ്ചായത്ത് മെമ്പർക്ക് വന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ 100% വിശ്വസിച്ചിട്ടാണെന്ന മട്ടിൽ തനിക്കൊപ്പം താമസിക്കാൻ വന്ന പ്രതിശ്രുത വധുവിനെ പഞ്ചായത്ത് മെമ്പർക്ക് അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ബാഗ് തുറന്നതോടുകൂടി തന്നെ എല്ലാ കബളിപ്പിക്കൽ കാര്യങ്ങളും വ്യക്തമായി ഈ പഞ്ചായത്ത് മെമ്പർക്ക് ലഭിക്കുകയും ചെയ്തു. ഈ രേഷ്മ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിവാഹം ഒരു ഹോബിയാക്കി മാറ്റിയ ഒരു സ്ത്രീയുടെ കഥയാണ് രേഷ്മയുടെ കഥ. ഇതിൽ ചിലതുകൂടി ചുരുളറിയാനുണ്ട്. എത്ര പേര് ഇതിനകത്ത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് 10 തന്നെയാണോ കൂടുതലാണോ എന്നുള്ളതാണ്. ഈ വരന്മാരെല്ലാം ഇപ്പോഴും ഈ രേഷ്മയെ സ്വന്തം വധുവാക്കി തന്നെ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് സിനിമാ കഥകളെ കാണുന്നത് പോലെ കാണാനുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഭർത്താക്കന്മാർ തമ്മിൽ ഇനി കണ്ടുമുട്ടേണ്ടുന്ന ഒരു സ്ഥിതിയും വൈകാതെ സംഭവിച്ചേക്കാം. പക്ഷേ അതിനെല്ലാം ഇനി രേഷ്മ ജാമ്യമെടുത്ത് 2-ാം റൗണ്ടിൽ ഈ നാട് കറങ്ങാൻ ഇറങ്ങുമ്പോഴായിരിക്കും. രേഷ്മയെപ്പോലെ ഈ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച കഥകൾ മുമ്പും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വാർത്ത വന്നതോടുകൂടി അത്തരം കബളിപ്പിക്കലെല്ലാം എല്ലാവരും അവസാനിപ്പിക്കുമെന്നും കരുതാൻ വയ്യ. കാരണം പെൺബുദ്ധി പിൻബുദ്ധിയാണല്ലോ എന്നും വളരെ മുമ്പേ നമ്മുടെ ജ്ഞാനികൾ പറഞ്ഞു വച്ചിട്ടുണ്ട്.